കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ആശാവർക്കർമാരെയും അധിക്ഷേപിച്ച CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ ആശമാരുടെ മറുപടി. ഗോപിനാഥ് അപമാനിച്ചത് CITUവിന് ഒപ്പം നിന്ന മുഴുവൻ സ്ത്രീകളെയുമാണ്. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ പ്രസ്ഥാനം വിട്ടിറങ്ങണം. പ്രസ്താവനയെ നിയമപരമായി നേരിടുമെന്നും സമരസമിതി നേതാവ് MA ബിന്ദു. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നോളൂ. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. അവരോടൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നേതാക്കന്മാരോട് ആ പ്രസ്ഥാനത്തിൽ നിൽക്കണം. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ അവരെയൊക്കെ വിട്ടിട്ടിറങ്ങണം. നമ്മളെ ഒരു കൊടികെട്ടിയ രാഷ്ട്രീയക്കാരൻ്റെയോ ട്രേഡ് യൂണിയൻ്റെയോ ഒന്നും മേൽവിലാസമില്ലാതെ ജനങ്ങൾ ഒന്നിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ഈ സമീപകാല ഇന്ത്യയുടെ ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ലേബലല്ല ഇവിടെ ജനകീയ സമരങ്ങൾ വളർന്നുകൊണ്ട്. സ്ത്രീകൾ ചെയ്യേണ്ടുന്നത്, ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടുന്നത് ആ പ്രസ്ഥാനം വിട്ടിറങ്ങുക എന്നുള്ളതാണ്. അവരെ കൂടിയല്ലേ അപമാനിച്ചത്, അവരുടെ മുന്നിലെത്തിക്കുക. എന്നിട്ട് പറയുന്നത് എന്താണ്? അയ്യോ, ഞാൻ ആ സ്ത്രീകളാരും എന്നോട് വിമർശനം ഉന്നയിച്ചില്ലെന്ന്. ആ സ്ത്രീകളെ വീണ്ടും പരിഹസിക്കുകയാണ് ഇവർ ചെയ്തത്, അപമാനിക്കുകയാണ്. മാനോ അപമാനം എന്താണെന്ന് തിരിച്ചറിയാത്ത ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ CITUവിൻ്റെ ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിനാണ് കൃത്യമായ വ്യക്തമായ മറുപടി ആശമാർ നൽകിയിരിക്കുന്നതിന്. പ്രധാനമായും എന്തൊക്കെയായിരുന്നു അവരുടെ വിമർശനം? KP ശക്തമായിട്ടാണ് ഈ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിൻ്റെ പരാമർശത്തിന്, അധിക്ഷേപത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് KN ഗോപിനാഥ് അധിക്ഷേപിച്ചിരിക്കുന്നത് കേവലം ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശമാരെ മാത്രമല്ല, മുഴുവൻ സ്ത്രീ സമൂഹത്തെയുമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിൽ, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കൊടിപിടിക്കുവാനും സമരത്തിൻ്റെ മുദ്രാവാക്യം വിളിക്കുവാനും എല്ലാം തെരുവിലിറങ്ങുന്ന ആയിരക്കണക്കിന് അമ്മമാരെയും സ്ത്രീകളെയുമാണ് KN ഗോപിനാഥ് അപമാനിച്ചിരിക്കുന്നതെന്നാണ് ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് അധികം വേദനിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇക്കാര്യം ചിന്തിക്കേണ്ടത് CPM-നൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ CITU-നൊപ്പം നിൽക്കുന്ന സ്ത്രീകളാണ്, വനിതകളാണ്, അമ്മമാരാണ് ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നിരന്തരം അവരെ അവഹേളിച്ചുകൊണ്ടാണ് ഈ CPM-ൻ്റെ പരാമർശമുണ്ടാകുന്നത്, CITU നേതാവിൻ്റെ പരാമർശമുണ്ടാകുന്നത്. ഇത് കൊടിയ അനാസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികരിക്കേണ്ടത് അവിടുത്തെ CPM-ൽ നിൽക്കുന്ന അമ്മമാരാണെന്നാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയെ വിമർശിക്കുകയും ചെയ്തു. കാരണം ഉള്ളവരോട് മാത്രം സംസാരിച്ചാൽ മതി. ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരവരുടെ സംസ്കാരത്തിന് അനുസരിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ അവരവരുടെ സംസ്കാരത്തിന് ചേരുന്നതേ സംസാരിക്കുകയുള്ളൂ. എന്തായാലും CPM-ൽ നിന്നും CITU-ൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഇതിലും വലുത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നും ഈ സമരസമിതി പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചാണ് CPI-യുടെ അല്ലെങ്കിൽ CITU-വിൻ്റെ സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശമുണ്ടാകുന്നത്. നമ്മൾ നേരത്തെ കേട്ടതാണ്. അതായത് നിരവധി സ്ത്രീകൾ, നിരവധി അമ്മമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഒരു സമരത്തിലിരിക്കുന്ന സ്ത്രീകളെ, ഒരു ജനകീയ സമരത്തിൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നിൽക്കുന്ന അമ്മമാരെ അധിക്ഷേപിച്ചുകൊണ്ട് CITU തന്നെ, അല്ലെങ്കിൽ CPM-ൻ്റെ തന്നെ നേതാക്കൾ രംഗത്ത് വരുന്നത്. നേരത്തെയും ഇത് സമാനമായ രീതിയിൽ അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപിയെ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ചേർത്തുകൊണ്ടുള്ള പരാമർശമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ രാത്രി ഈ മഴ പെയ്ത സമയത്ത് ഇവിടെ മഴ നനയാതിരിക്കുവാൻ ഒരു ഷെഡ്, അല്ലെങ്കിൽ ഒരു ടാർപോളിൻ കൈകൊണ്ട് പിടിച്ചു നിന്നു. കൈ കഴിച്ചപ്പോഴേക്കും അത് ഒരു തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിയിൽ ഒരു കെട്ടിയിട്ടു. എന്നിട്ട് മഴ നനയാതെ അവർ അവിടെ ഇരുന്നു. എന്നാൽ പോലീസ് അർദ്ധരാത്രിയിൽ അവിടെ എത്തി. കടുത്ത മഴ പെയ്യുന്ന സമയത്ത്, ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് പോലീസ് അവിടെ എത്തി അത് അഴിച്ചു മാറ്റി മഴയത്ത് നിർത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. നിരവധി അമ്മമാരാണ് അന്ന്. പ്രശാന്ത്, ഇങ്ങനെ ഈ സമരത്തെ അധിക്ഷേപിക്കാൻ, ഈ സമരത്തെ അടിച്ചമർത്താനുള്ള എല്ലാ നീക്കങ്ങളുമാണ് CPM-ഉം സർക്കാരും നടത്തുന്നത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള അധിക്ഷേപമുണ്ടായാലും, സമരം തകർക്കാൻ ശ്രമിച്ചാലും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകും. എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ ലഭിക്കേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്, അത് നേടിയെടുക്കുന്നവരെ സമരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നാണ് നേതൃത്വം സമരസമിതി വ്യക്തമാക്കുന്നത്, അല്ലേ?
ടുവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അസന്മാർഗികമായി നടക്കുന്നവരാണ് ആശമാർ എന്ന ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായി ആശാ വർക്കേഴ്സ് അസോസിയേഷനും രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്കാരമില്ലാത്ത പരാമർശങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ CH2-ന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകും. സംസ്കാരമുള്ളവരോട് മാത്രം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്തരം ആളുകളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും അവർ പ്രതികരിക്കുന്നു. ഒപ്പം അവർ മറ്റൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ചിന്തിക്കേണ്ടത് CPM-ന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ CI2 അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം സമരമുഖത്ത് നിൽക്കുന്ന, കൊടിപിടിക്കാൻ ഇറങ്ങുന്ന, തെരുവിൽ സമരം ചെയ്യാൻ ഇറങ്ങുന്ന അമ്മമാരും പെങ്ങൾമാരും ആണ് ഈ കാര്യം ചിന്തിക്കേണ്ടത്. കാരണം അവരെ കുറിച്ച് കൂടിയാണ് ഒരു സമരത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു ജനകീയ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം ചൊരിയുമ്പോൾ ഓർക്കേണ്ടത് CPM-ന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ CH-ന്റെ കൂടെ നിൽക്കുന്ന അമ്മമാരാണ്. അവരെ കുറിച്ച് കൂടിയാണ് ഇത് പറഞ്ഞതാണ്. ഈ ആക്ഷേപം അവരെ കൂടി ബാധിക്കുന്നതാണ് എന്നും പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. നിയമപരമായി ഈ പരാമർശത്തിനെതിരെ, ഈ അപകീർത്തികരമായ പരാമർശത്തിനെതിരെ നിയമപരമായി നേരിടുകയും ചെയ്യുമെന്നും അവർ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വിയോജിപ്പും പ്രതിഷേധവും എല്ലാം ഈ പരാമർശത്തിനെതിരെ വരുന്നുണ്ട്. KN ഗോപിനാഥ് സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം, CI2 അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം പ്രശാന്ത് ശങ്കരമംഗലത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CI2-വിന്റെ അധിക്ഷേപത്തിന് കൃത്യമായ വ്യക്തമായ മറുപടി തന്നെയാണ് ആശാവർക്കർമാരുടെ സമരസമിതി നേതൃത്വം നൽകിയിരിക്കുന്നത്.